ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ കാര്യമായിട്ട് വീഡിയോ ആയിട്ട് വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ചാർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനും, അതേപോലെ നമ്മളെ വണ്ടിൻ്റെ ആക്സിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ്. എന്താണ് ആക്സിലേറ്റർ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആക്സിലേറ്ററിൻ്റെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളുടെയും ആക്സിലേറ്റർ ത്രോട്ടിൽ പൊട്ടിപ്പോകുന്നുണ്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്യാതായി പോകുന്നത്, കംപ്ലൈൻ്റ് ആവുന്നത്. ഇത് എവിടെ നിന്ന് വാങ്ങണം എന്നറിയില്ല. കമ്പനിയിൽ പോയി വാങ്ങുന്ന നേരം വലിയ എമൗണ്ട്, അതായത് 1600 മുതൽ 2000 രൂപേൻ്റെ ഉള്ളിലാണ് ഒറ്റ സൈഡ് വാങ്ങുന്ന നേരം വരുന്ന വില. അപ്പോൾ ഈ ആക്സിലേറ്റർ ത്രോട്ടിൽ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. കരകര സൗണ്ട് തുടങ്ങി, സ്പ്രിങ് പൊട്ടി തുടങ്ങിന്. ചിലരത് ഇങ്ങനെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ പോകില്ല, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ. അപ്പം പെട്ടെന്ന് നമ്മളെ ശ്രദ്ധ മൂലം അങ്ങനെ റിട്ടേൺ നമ്മൾ കൈകൊണ്ട് ആക്കി കൊടുക്കണം. ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ വണ്ടി ആക്സിലറേഷനിൽ തന്നെ മൂവ് ആവുന്നൊരു സംഭവം വരുന്നുണ്ട്. അപ്പം ഈ ആക്സിലേറ്ററിന് വരുന്നത് 3 ക്ലിപ്പുകളാണ്. ഇവിടെ കാണാം, ഈ 3 ക്ലിപ്പ് കഴിച്ചും കാഞ്ഞ് നമുക്ക് തന്നെ മാറ്റാൻ പറ്റുന്നതാണ് ആക്സിലേറ്റർ. ഈ ആക്സിലേറ്റർ ഓൺലൈനിൽ ലഭ്യമാണ്. ഒരു 450 രൂപ മുതൽ 650 രൂപ വരെ. അത് ക്വാളിറ്റിക്ക് അനുസരിച്ച് സാധനം വ്യത്യാസമുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ആക്സിലേറ്റർ അങ്ങനെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അതേപോലെ ഈ സൈഡിലുള്ള ഈ ഹാൻഡിൽ ബാറും ഈ സെറ്റ് വാങ്ങുന്ന നേരം വരും. ഇത് കഴിച്ച് മാറ്റാനും എളുപ്പമാണ്. ഇവിടെ ഒരു ചെറിയ ഒരു എല്ലങ്കി ബോൾട്ട് ഇവിടെ കാണാൻ പറ്റും. ഒരു എല്ലങ്കി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഊരിയെടുക്കാൻ പറ്റും. സിമ്പിളാണ്, മാറ്റാൻ കഴിയും. പിന്നെ അതേപോലെ മറ്റൊരു കാര്യം എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർജർ പലപ്പോഴും കംപ്ലൈൻ്റ് ആവുന്നത് വോൾട്ടേജ് വേരിയേഷൻ്റെ ഇത് മൂലമാണ്. അപ്പം ഞാൻ വെച്ചിരിക്കുന്നത് മൈക്രോടെക്കിൻ്റെ ഒരു സ്റ്റെബിലൈസറാണ്. അപ്പോൾ സ്റ്റെബിലൈസർ വെച്ചതിന് ശേഷം വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് 16 ആംപിയറിൻ്റെ സ്റ്റെബിലൈസറാണ് വരുന്നത്. 1.5 ടണ്ണ് AC ഉപയോഗിക്കുന്നത്. അത് ട്രിയോ വണ്ടികൾക്ക് അത് മതിയാവും. അതേപോലെ ഇപ്പം വരുന്ന മോണ്ട്ര വാഹനങ്ങൾക്ക്, അല്ലെങ്കിൽ 3000 വാട്ട്സ് ചാർജറുള്ള വാഹനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോടെക്കിൻ്റെ തന്നെ 4 കിലോ വാട്ടിൻ്റെയും 5 കിലോ വാട്ടിൻ്റെയും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 4 കിലോ വാട്ടിൻ്റെയും 5 കിലോ വാട്ടിൻ്റെയും മൈക്രോടെക്കിൻ്റെ തന്നെ സ്റ്റെബിലൈസർ അവൈലബിൾ ആണ്. പിന്നെ ഇതുമൂലൊക്കെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 4 വർഷത്തോളമായിട്ട് കംപ്ലൈൻറ്റുകളൊന്നുമില്ല, അന്ന് വെച്ചതാണ്. അപ്പോൾ പൊടിയൊക്കെ അതേപോലെ തന്നെ പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കാര്യമായിട്ട് വേണ്ടത്, നമ്മൾ മെയിൻ സപ്ലൈ നിന്ന് വരുന്ന ലൈനാണ്. മെയിൻ സ്വിച്ച് ഇവിടെ തന്നെ, ആ മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന ലൈനാണിത്. അത് നേരെ സെപ്പറേറ്റ് ഒരു ELCB, ഒരു ഐസൊലേറ്റർ, അത് 16 ആംപിയറിൻ്റെ MCB, 16 ആംപിയറിൻ്റെ സോക്കറ്റ്. ഇതിൽ നിന്നാണ് നമ്മൾ ചാർജർ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്റ്റെബിലൈസർ വെക്കുന്ന നേരം സ്റ്റെബിലൈസറിൻ്റെ ഇൻപുട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് നേരെ സ്റ്റെബിലൈസറിലേക്ക് പോകുന്നു. സ്റ്റെബിലൈസറിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇതേപോലെ ഫ്യൂസുള്ള ഒരു 16 ആംപിയറിൻ്റെ സോക്കറ്റ് വിത്ത് സ്വിച്ച് വരുന്ന കോണ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ആണ്. ഇതൊക്കെ ഹവൽസാണ്. ഹവൽസിൻ്റെ ഈ 16 ആംപിയറിൻ്റെ സോക്കറ്റും 16 ആംപിയറിൻ്റെ MCB ഉള്ള ഇതിൽ തന്നെ ചെയ്യാം. സ്റ്റെബിലൈസർ വോൾട്ടേജ് വേരിയേഷനൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് പറ്റും. പിന്നെ ഇതിൽ ഒരു LED ഡിസ്പ്ലേ ഉണ്ട്. അതിൽ ഞാനൊരു മിനിറ്റ് കാണിച്ചു തരാം. നമുക്ക് സ്റ്റെബിലൈസറിൻ്റെ ഇൻപുട്ട് ഒന്ന് ഓണാക്കി വെക്കാം. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ELCB, ഐസൊലേറ്റർ, ഇത് രണ്ടും കഴിഞ്ഞിട്ട് വരുന്ന ലൈന് നേരെ 16 ആംപിയറിൻ്റെ സോക്കറ്റിലേക്ക് MCBയിലേക്കാണ് വരുന്നത്. ഈ MCB ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റെബിലൈസർ ഓണാവും. MCB ഓണാക്കാൻ പോവാണ്. MCB ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് ഡിലേ വരും. ആ ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യാനുള്ള ടൈമാണ്. ഓവർ വോൾട്ടേജ് ആണെങ്കിൽ ഓൺ ആവില്ല. ഇൻപുട്ട്
കാണിക്കുന്നുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് 240, 42, 43 വോൾട്ട്. ഇവിടെ അത്യാവശ്യം വോൾട്ടേജ് ഉള്ള സ്ഥലമാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഔട്ട്പുട്ടിലേക്ക് വരുന്നേരം 216, 217 വോൾട്ട് ഔട്ട്പുട്ടാക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഈ 242 വോൾട്ട് ഉള്ള ഒരു സാധനം 200ൻ്റെയും 230ൻ്റെയും ഇടയിലായിരിക്കണം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ചാർജറിന് കംപ്ലൈൻ്റ് ആകും. ഓവർ വോൾട്ടേജ് എത്ര വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ 200ൻ്റെയും 230ൻ്റെയും ഇടയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇനി ചാർജർ ഒന്ന് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻപുട്ടിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ചാർജറിൻ്റെ സ്വിച്ച് ഓണാക്കി ഔട്ട്പുട്ട് ചാർജറിന് ആവശ്യമുള്ളത് 230 വോൾട്ടാണ് ചാർജറിന് ആവശ്യം. അതിലേക്ക് വന്ന് അത് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ തന്നെ ക്രമീകരിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഔട്ട്പുട്ടിന് കാണിക്കുന്നുണ്ട് 230, 231 വോൾട്ട്, 232 വോൾട്ട്. അതിൽ കൂടുതൽ പോകുന്നില്ല. ചാർജർ ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തിരിച്ചതാ സ്റ്റെബിലൈസറിലേക്ക് ഇൻപുട്ട് വരുന്ന 243 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. സ്റ്റെബിലൈസർ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആവശ്യമുള്ളവർ സ്റ്റെബിലൈസർ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.